സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിക്ക് പിന്നാലെ കാസർഗോഡ് ഡിഎഫ്ഒ ജോസ് മാത്യുവിനെ സ്ഥലം മാറ്റി. കാസർഗോഡ് ഡിഎഫ്ഒയുടെ ചുമതല ഫോറസ്റ്റ് കൺസർവേറ്റർ രാജീവൻ എമ്മിന് നൽകി. ഭരണപരമായ സൗകാര്യത്യമുള്ള സ്ഥലം മാറ്റം എന്നാണ് ഉത്തരവിൽ പറയുന്നത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? സോന, 2 ദിവസം മുമ്പാണ് ഇത്തരത്തിലൊരു പരാതി ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന റെയിൽവേ പോലീസിന്റെ സുമോട്ടോ കേസിൽ ഒരു പരാതി ഉയർന്നത്. തുടർന്ന് കാസർഗോഡ് റെയിൽവേ പോലീസ് തന്നെ എഫ്ഐആർ ഇടുകയും ഇദ്ദേഹത്തിന് നോട്ടീസ് നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ വാർത്ത വലിയ വിവാദമായി. തുടർന്ന് ഭരണപരമായ നടപടി എന്ന പേരിലാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ കാസർഗോഡ് ഡിഎഫ്ഒ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഭരണപരമായ സൗകര്യാർത്ഥമുള്ള സ്ഥലമാറ്റം എന്ന ഇദ്ദേഹത്തിനുള്ള സ്ഥലമാറ്റ ഉത്തരവിൽ പറയുന്നു. പകരം കാസർഗോഡ് ഡിഎഫ്ഒയുടെ ചുമതല ഫോറസ്റ്റ് കൺസർവേറ്റർ രാജീവന് നൽകിക്കൊണ്ടുമാണ് വനംവകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടല്ല എന്ന് പറയുമ്പോഴും നിലവിലുള്ള ആക്ഷേപങ്ങളുടെയും പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള സ്ഥലമാറ്റം എന്ന് തന്നെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. സോന, ശരി.